Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu wa nashhadu anna Muhammadan abduhu wa rasuluhu. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'd. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العظيم. പ്രിയ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹീതരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തേക്കുള്ള നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉദ്ധരിക്കുന്ന ഒരു വാക്യം, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. സന്മാർഗവും സത്യദീനുമായി അല്ലാഹു പ്രവാചകനെ നിയോഗിച്ചത് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ നിലവിലുള്ള ദീനുകളെയും അതിജയിച്ച് അല്ലാഹുവിന്റെ ദീൻ ഈ ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടി, സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതെന്ന് അൻഫാൽ എന്ന് പറയുന്ന അധ്യായത്തിൽ വരുന്നു. അതിന്റെ നേർക്ക് നേരെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊണ്ടുവന്ന ആ ദീൻ, അതിന് ജീവിത രീതിയെന്നോ ഒരു നല്ല മലയാളത്തിൽ ജീവിത വ്യവസ്ഥയെന്നോ ഇനി അതൊന്നും പറയാൻ മനസ്സ് വരുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ദീൻ ഈ ലോകത്തുള്ള മറ്റേതെങ്കിലും ദീനിന്റെ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ കീഴിൽ അവരുടെ ഒരു പ്രത്യേകമായ അനുവാദത്തോടുകൂടെ എങ്ങനെയെങ്കിലും നടന്നു പോകുന്നതിന് വേണ്ടി പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല. മറ്റുള്ള ദീനുകളുടെ വ്യവസ്ഥകളുടെ കീഴിൽ ഒരു ഒതുങ്ങി അവർ തരാവുന്ന ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ച് ആ ആനുകൂല്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പതുക്കെ എന്തെങ്കിലും പണിയെടുക്കുക എന്ന രീതിക്ക് വേണ്ടിയിട്ട് ഒരു പ്രവാചകനെ സർവശക്തനായ അള്ളാഹു നിയോഗിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അങ്ങനെ ആയിക്കൂടാ. കാരണം നിലവിലുള്ള വ്യവസ്ഥകളിൽ, നിലവിലുള്ള ജീവിത രീതികളിലുള്ള ജാഹിലിയ്യത്തിന് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിൽ, ഇസ്ലാം എന്ന് പറയുന്ന ആ ദീനിനെ സ്ഥാപിക്കുക എന്നതാണ് പ്രവാചക നിയോഗങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഇത് ആരുടെയെങ്കിലും ഔദാര്യത്തിന്റെ കീഴിൽ പതുക്കെ വരുന്ന രീതി അല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഞാനിത് സൂചിപ്പിക്കുന്നത്, അള്ളാഹു നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്കൊക്കെ ഇത് അറിയാമായിരുന്നു.
അറിയാത്ത ഒരു വ്യക്തിയും ലോകത്തുണ്ടായിരുന്നില്ല. ചില ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ ഒന്ന്, ഖലീഫമാരല്ലാത്ത ചില അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി പോലുള്ള 4 ഖലീഫമാരിൽ പെടാത്ത സാധാരണ ഒരു വ്യക്തിയാണ് റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നീട്ടി പറയേണ്ട കാര്യമോ സമയമോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി അതിലുള്ള വാക്കുകൾ മാത്രം ഉദ്ധരിക്കുകയാണ്. വലമ്മ സഅലഹു റുസ്തം അൻ സബബി മജീഇൽ മുസ്ലിമീന ഇലൽ ഫുർസ്, പേർഷ്യയിലേക്ക് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ഈ റബീഅ ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു സാധാരണ സോൾജർ കയറി ചെന്നു. കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി ചെന്നു. കയറി ചെന്നപ്പോൾ റുസ്തം ഇദ്ദേഹത്തോട് ചോദിച്ചു, മുസ്ലിമീങ്ങൾ ഈ പേർഷ്യയിലുള്ള എന്റെ കൊട്ടാരത്തിലേക്ക് എന്ത് ആവശ്യത്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. ഫഖാല ലഹും, അപ്പോൾ ഈ റബീഅ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബി, ഒരു സാധാരണ സഹാബി, അദ്ദേഹത്തിന് വല്ലാതെ ഒരു വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചു, പ്രവാചകനിൽ വിശ്വസിച്ചു, പരലോകമുണ്ടെന്ന ദൃഢപ്രതിജ്ഞ അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമല്ല, ഈ ലോകത്തിന് വിട പറഞ്ഞാൽ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹമുള്ള നിഷ്കളങ്കനായ ഒരു വ്യക്തി. ഇദ്ദേഹം പറഞ്ഞ മറുപടി, അല്ലാഹു യുബ്തഅസന, അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. എന്തിനാണ്? വല്ലാഹി ജാഅ ബിനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദില്ലാഹ്, മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്, ആ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരുടെ ആധിപത്യത്തിൽ നിന്ന്, മനുഷ്യരുണ്ടാക്കിയ വ്യവസ്ഥയിൽ നിന്ന്, മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളുടെ കുടിസുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത് എന്നായിരുന്നു റുസ്തമിന്റെ അടുക്കൽ ഇദ്ദേഹം പറഞ്ഞ മറുപടി. രണ്ടാമത്തെ മറുപടി, വമിൻ ലീഖി ദുനിയാ ഇലാ സഅതിഹാ, ഈ ദുനിയാവിന്റെ എടങ്ങേറിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇലാ സഅത്തിദ്ദീൻ, വിശാലമായ ദീനിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, നിലവിലുള്ള നിയമങ്ങൾ കൊണ്ട് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഇത് റുസ്തമിന്റെ ഒരു മറുപടിയായിരുന്നു. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത്, അടുത്ത ഒരു വാക്കുകൂടെ പറയേണ്ടതുണ്ട്. മിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മറ്റ് എല്ലാ വ്യവസ്ഥകളുടെയും ജൗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആധിപത്യത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമരുന്ന വ്യക്തികളെ ഇസ്ലാമിന്റെ വിശാലതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. ഈ ഒരു ആശയം റുസ്തമിന്റെ മുമ്പിൽ വളരെ ധൈര്യത്തോടുകൂടെ, തന്റെ ഇടത്തോടുകൂടെ ഇദ്ദേഹം പ്രഖ്യാപിക്കണമെങ്കിൽ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു വിവരമാണ്. ഇതിൽ ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ ഈ വിഷയം നമുക്ക് കണ്ടെത്താം. പിന്നെ എല്ലാ കാലഘട്ടങ്ങളിലും നാം കേൾക്കാറുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറയും, സുമയ്യ കുടുംബത്തെ കുറിച്ച് പറയും, ഇത് ഖബ്ബാബിനെ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയും. ദരിദ്രരായ, അടിമകളായ, വകയില്ലാത്ത കുറെ അടിമകളായിരുന്നു ഇവർ. ഇവർ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഏക ഉത്തരം മറ്റൊന്നുമല്ല, അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സമത്വം. സമത്വം വായു കൊണ്ട് പറഞ്ഞാൽ പോരാലോ, ആ സമത്വം അവർ അനുഭവിക്കണം. ആ അനുഭവിക്കുന്ന സമത്വം അവർ ഇസ്ലാമിൽ കണ്ടെത്തുകയാണ്. അപ്പൊ സമത്വത്തിന്റെ വിഭാവന എന്ന് പറയുന്ന ഒരു വിപ്ലവം, നമ്മൾ പറയും ഒക്കെ സമത്വമാണെന്ന്. അല്ല, നമ്മുടെ ഏത് ലോകത്തെടുത്താലും
ഇന്നിപ്പോ ബൈഡൻ വിജയിച്ചു വന്നപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു ഇനി കറുത്ത വർഗക്കാരായ ആളുകൾക്ക് കുറെ അധികം സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിലവിൽ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് വിശ്വസിക്കുന്ന പ്രദേശങ്ങളിൽ ഇതുവരെ അത് ഇല്ല എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസമില്ലാതെ അടിമകളായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന അടിമത്വത്തിന്റെ ആ നുകത്തിന് കീഴിൽ നിന്ന് ഒരു സ്വതന്ത്രമായ വായു ശ്വസിക്കുന്നതിന് അത് ഇസ്ലാമാണ് മാർഗം, സമത്വം അവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു അവർ അനുഭവിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ആ സ്വാതന്ത്ര്യം അനുഭവിച്ചപ്പോൾ അവരെ മർദ്ദിച്ചു, അവശരാക്കി, ഒരുപാട് കൊല്ലാക്കൊലകൾ നടത്തി. പക്ഷെ അവർ വീണ്ടും തിരിച്ചു പോകാൻ അവർ ആഗ്രഹിച്ചില്ല. കാരണം അവർ അനുഭവിച്ച ആ സ്വാതന്ത്ര്യത്തിന്റെ ശീതളച്ചായ ഉണ്ടല്ലോ, അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും മനസ്സിന് സമാധാനമാണ് അവർക്ക് നൽകിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം സമർപ്പിച്ച ആ വിപ്ലവമുണ്ടല്ലോ, ആ വിപ്ലവം എന്ന് പറയുന്നത്, മാറ്റം എന്ന് പറയുന്നത് മറ്റെവിടെയും കിട്ടാത്തത് കൊണ്ട്, അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ വിപ്ലവത്തിലേക്ക്, മാറ്റത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല ശീതളച്ചായ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ല വന്നത്. ആർക്കും അത് കാര്യമായിട്ട് അനുഭവിക്കാനും കിട്ടിയില്ല. ആ അനുഭവിക്കാൻ കിട്ടിയതൊക്കെ ഒരുപാട് വ്യതകളും വേദനകളും വേവലാതികളും പ്രശ്നങ്ങളുമാണ് എങ്കിൽ അതൊക്കെ താങ്ങിക്കൊണ്ട് ഇവിടെ നിന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആ ദീൻ, ആ സത്യദീൻ, അതിന്റെ യഥാർത്ഥത്തിലുള്ള സമത്വത്തിന്റെ വിഭാവന എന്ന് പറയുന്ന ആളുകൾ അനുഭവിക്കുകയാണ്. സ്ത്രീകളുടെ പ്രശ്നം പറയാറുണ്ട് ആളുകൾ. സ്ത്രീകൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഒരു പ്രസ്ഥാനത്തിനും മതത്തിനും പാർട്ടിക്കും അതിൽ പങ്കില്ല, അതിൽ ഇസ്ലാമിനാണ് പങ്ക്. ഞാൻ 2 ആഴ്ചകൾക്ക് മുമ്പ് പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ എങ്ങനെയാണോ ആണുങ്ങൾ ഏത് തറവാട്ടിലാണോ എന്ന് മനസ്സിലാക്കപ്പെടേണ്ടത്, അതേ രീതിയിൽ തന്നെ സ്ത്രീ ജനവിഭാഗവും അതേ തറവാട്ടിൽ തന്നെ ഉള്ളത് എന്ന് അറിയപ്പെടണമെന്ന ഒരു ശൈലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം അനുഭവിക്കാത്ത, ലോകം ആഗ്രഹിക്കുന്ന ഒരുപാട് വിപ്ലവങ്ങളും മാറ്റങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ഈ ലോകത്ത് ഇസ്ലാം അതിജയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു നാസ്തികതയുടെ ഒരു അംശവും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. നാസ്തികമായ പാർട്ടികളോ മറ്റോ ഏത് തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയത് എങ്കിലും അടിസ്ഥാനപരമായി അവർ അല്ലാഹുവിനെ നിഷേധിക്കുന്നവരാണ് എങ്കിൽ അതിൽ നിന്ന് വരുന്ന മറ്റൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം സത്യവിശ്വാസികൾ വ്യക്തമായി ഉണരേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ ആദ്യമായി വിശ്വസിക്കുകയാണ്. ആരെയാണ് വിശ്വസിക്കുന്നത്? അല്ലാഹുവിനെ വിശ്വസിക്കണം, അവന്റെ നിയമങ്ങളെ വിശ്വസിക്കണം, റസൂലിനെ വിശ്വസിക്കണം എന്ന് മാത്രമല്ല പരലോകത്താണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്ന പരലോകത്തിൽ വിശ്വസിക്കണം. ഈ വിശ്വാസത്തെ നിരാകരിക്കുന്ന ഏത് സംരംഭത്തിൽ നിന്നും ഏത് ഇസങ്ങളിൽ നിന്നും കിട്ടുന്ന എന്തു തന്നെയാണ് എങ്കിലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ ഉജ്ജ്വലമായ മാതൃകകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിച്ച് ജീവിച്ച് കാണിച്ച ഈ ദീനുൽ ഇസ്ലാമിൽ, അതിന്റെ വ്യക്തികളിൽ, അതിന്റെ സംഘങ്ങളിൽ, സമൂഹങ്ങളിൽ നമുക്ക് ധാരാളം മാതൃകകൾ കണ്ടെത്താൻ കഴിയും. ഇനി ഒരു വാക്കുകൂടെ ചേർക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ നിൽക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷന്റെ സമയമാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾ ആർക്കൊക്കെ വോട്ട് ചെയ്യണമെന്നോ പറയുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ എന്റെ കാഴ്ചപ്പാടല്ല പറയുന്നത്, അത് പറയാൻ എനിക്ക് വേറെ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, ഞാനത് അവിടെ പറഞ്ഞോളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ നാട്ടിലെ 2ാമത്തെ ഖലീഫയായിരുന്നു, 2ാമത്തെ അമീറായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഗവർണർമാർ, അദ്ദേഹം നിയോഗിച്ച ഗവർണർമാർ ഭരിച്ചുകൊണ്ടിരുന്നു. അതിൽ സിറിയയിൽ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ് അവിടത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരു ഗവർണർ. ഞാൻ ഒരു ഭരണാധികാരികളുടെ ഇസ്ലാം കൊണ്ടുവന്ന ഒരു ചിട്ട മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെറുതായി സൂചിപ്പിക്കുകയാണ്. ഈ സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ പരാതികൾ കേട്ട്
അദ്ദേഹത്തെ വിളിച്ചിരുത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ സിറിയയിൽ എത്തിയത്. അങ്ങനെ ഗവർണറെ വിളിച്ചിരുത്തി, ജനപ്രതിനിധികളെയൊക്കെ വിളിച്ചിരുത്തി, അവിടെ നാട്ടിൽ കിട്ടാവുന്നവരെയൊക്കെ വിളിച്ചിരുത്തി ഇദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും പറയൂ, നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഗവർണർ എന്ന് പറയുന്നത് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു രാവിലെ വളരെ വൈകിട്ട് മാത്രമേ ആളുകളെ കാണാൻ വരാറുള്ളൂ. നമ്മുടെ നാട്ടിൽ പോലും 10 മണിക്കാളുള്ളൂ, മൂപ്പര് അതും കൂടെ കഴിഞ്ഞിട്ടാണ് നീയാ വരിക. അത് ഞങ്ങൾക്ക് വലിയ അസൗകര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ആകട്ടെ, പിന്നെ അടുത്തത് എന്താന്ന് ചോദിച്ചു. മൂപ്പരെ പകല് മാത്രമേ കാണൂ, രാത്രി കാണാനേ കിട്ടാറില്ല. ഒരു ഭരണാധികാരി അങ്ങനെ ആകരുതില്ല, അപ്പൊ രാത്രി കാണാനേ കിട്ടാറില്ല. അത് പറഞ്ഞു. മൂന്നാമത്തേത്, ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോധക്ഷയം വന്നിവിടെ വീഴാറുണ്ട്. വലിയൊരു പ്രശ്നമാണത്. ഇങ്ങനെയൊക്കെയുള്ളൊരു നേതാവിനെ വെച്ചുകൊണ്ട് വല്ലാതെ മുമ്പിലേക്ക് പോകാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താ ഞങ്ങൾക്ക് അറിയണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കാൻ പോവാണ്. ചോദിക്കുന്നതിന് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നല്ലതല്ലാത്ത ഒരു മറുപടിയും എൻ്റെ ഗവർണറിൽ നിന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഞാൻ അവിടെ ഇരുന്നത്. എന്നിട്ട് ആദ്യത്തെ അദ്ദേഹത്തെ കുറിച്ചുള്ള അപരാധമുണ്ട്. വളരെ വൈകി മാത്രമേ ജനങ്ങളെ കാണാൻ രാവിലെ വരാറുള്ളൂ, പ്രശ്നങ്ങളിൽ ഇടപെടാറുള്ളൂ. അപ്പൊ എന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് പറയാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല, വെളിപ്പെടുത്താതിരിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. പക്ഷെ ഞാനിപ്പോൾ നിർബന്ധിതനാണ്, കാരണം എന്നെ കുറിച്ചുള്ള ഒരു ആരോപണമായത് കൊണ്ട് ഞാൻ നിർബന്ധിതനാണ്, എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം പറയുന്നു, എൻ്റെ വീട്ടിൽ സേവകരോ തൊഴിലാളിയോ ഇല്ല. എൻ്റെ കുടുംബിനിക്ക് പല അസുഖങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാ വൃത്തിയാക്കലും ഭക്ഷണം പാകം ചെയ്യലൊക്കെ എൻ്റെ ഉത്തരവാദിത്വത്തിലായതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. ഇത് ആരുടെ വർത്തമാനം? ഈ നെഞ്ചത്ത് കൈവച്ചിങ്ങനെ ചോദിച്ചു നോക്കാൻ, ലോകത്ത് ഇസ്ലാമിന്റെ വക്താക്കളല്ലാത്ത ഏതെങ്കിലും നേതാക്കന്മാരെ അവരുടെ വീട്ടിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഭരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് വരുന്നത് എന്ന് പറയാൻ മാത്രമുള്ള യോഗ്യതയുള്ള, തന്റെ ഇടമുള്ള വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ചെടുത്ത ആ ഇസ്ലാം ഉണ്ടല്ലോ, അതിന് പകരം നിൽക്കാൻ ലോകത്ത് ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ടാകും, ചങ്കൂറ്റമുള്ളവരുണ്ടായിട്ടുണ്ടാകും, ഇത്തരത്തിൽ പറയാൻ പറ്റാവുന്ന ആളുകളെ കണ്ടെത്തില്ല. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞു, രാത്രി ആളെ കാണാൻ കിട്ടാറില്ല, രാത്രി കാണാൻ കിട്ടാറില്ല, പകല് മാത്രമേ ഈ വൈകിയ വേളയെങ്കിലും വന്നിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തറിയും? പകൽ മുഴുവനും പ്രജകൾക്കു വേണ്ടി, രാത്രി മുഴുവനും എൻ്റെ പടച്ച തമ്പുരാന് വേണ്ടി. ഞാൻ അവനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം രാത്രി കണ്ടെത്തുന്നു, പകൽ മുഴുവൻ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം കൊടുക്കും. ആലോചിച്ചു നോക്കും, എവിടെ കണ്ടെത്താൻ കഴിയും? അദ്ദേഹം ഇങ്ങനെ ചിലപ്പോൾ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ ബോധക്ഷയം എന്ന് വീഴാറുണ്ട്. അദ്ദേഹം ഇസ്ലാമിലല്ലാത്ത ഒരു കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരാളെ ശത്രുക്കൾ പിടിച്ചിങ്ങനെ കൊല്ലുകയാണ്. കൊല്ലപ്പെട്ട് തന്റെ മുമ്പിൽ വെച്ചാണ്, തടുക്കാൻ പോയില്ല, കാരണം ഇദ്ദേഹം കുഫറിലാണുള്ളത്. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ചിലപ്പോൾ ആ ഓർമ്മ എന്നിലേക്ക് തികട്ടി വന്നാൽ എന്റെ ശക്തി ചോർന്നു പോവുകയും ഞാനിവിടെ ബോധക്ഷയം എന്ന് വീഴുകയും ചെയ്യും. പടച്ചവന്റെ മുമ്പിൽ ഈ ഒരു അധർമ്മം കണ്ടുകൊണ്ട് നീ നിന്നല്ലോ എന്ന ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഒരു വ്യക്തി. നേർക്ക് നേരെ പ്രജകളെ, പോലീസുകാരെയോ മറ്റവരെയോ ഒക്കെ വിട്ടുകൊണ്ട് കൊല ചെയ്താൽ, അവരെ തകർത്താൽ, അല്ലെങ്കിൽ വെള്ളമടിച്ചു കൊന്നാൽ ആർക്കെന്ത് പ്രശ്നം? ആർക്കാണ് മനസ്സാക്ഷി കൊണ്ടുള്ളത്? ആർക്കാണ് മനസ്സുള്ളത്? ഒന്നുമില്ല. ഈ ഒരു ലോകത്താണ് ഇതുപോലുള്ള ഗവർണർമാരുടെ ഉദയം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അഭിമാനത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ച, ഈ ലോകത്ത് ജീവിച്ച ത്യാഗികളായ നേതൃത്വങ്ങളെ വളർത്തിയെടുത്താൽ മാത്രം അടിസ്ഥാനമുള്ള വിശ്വാസത്തിലാണ് നാം നിലനിൽക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഈ എലക്ഷന്റെ സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്.
ഇതുപോലുള്ള ആളുകളെയൊന്നും നമ്മൾ ആരും നിർത്തിയിട്ടില്ല, നമുക്കൊട്ട് കഴിയുകയുമില്ല. അതുകൊണ്ട് ഇത് അന്വേഷിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റിന്റെ സമ്പത്ത് എന്ന് പറയുന്ന അമാനത്താണ്. അതെ, അമാനത്താണ്. വിശ്വസിച്ച് ഗവൺമെന്റിനെ നാം ഏൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ നമ്മിൽ നിന്നും അവർ വാങ്ങിച്ചു കൊണ്ടുപോയതാണ്. രണ്ടാമത്തേത്, അധികാരം എന്ന് പറയുന്നതും അമാനത്താണ്, സംരക്ഷിക്കപ്പെടേണ്ട സംഗതിയാണ്. ഇത് രണ്ടും ഏൽപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് മത്സരിച്ച് നിൽക്കുന്നവളാണ് നമ്മുടെ ഇലക്ഷനിൽ മത്സരിക്കുന്ന എല്ലാവരും ഞങ്ങളത് വളരെ പക്വമായി കൈകാര്യം ചെയ്തുകൊള്ളാം. ആ പക്വതയുടെ അർത്ഥമൊക്കെ എനിക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു അപവാദവും അപസ്വരവും ആ വിഷയത്തിൽ പറയുന്നില്ല, നല്ല മനുഷ്യരുണ്ടാകും. പക്ഷെ ഈ വ്യക്തികൾക്ക് ഈ സമ്പത്തും അതുപോലെ അധികാരവും ഈ അമാനത്ത് കൈമാറാൻ പോവുകയാണ്. ഈ കൈമാറുന്നതിൽ കുഴപ്പമില്ല, ഇവൻ നല്ലവനാണ് എന്ന ശുപാർശയാണ്. അറബിയിൽ പറഞ്ഞാൽ ഒരു ഷഫാഅത്താണ് വോട്ട് എന്ന് പറയുന്നത്. അവന്റെ അടുത്ത് കാശും അധികാരവും കൊടുത്ത് അവൻ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തോളും, ജനങ്ങൾക്ക് എത്തും എന്നതിനെ ഞാൻ ശുപാർശ ചെയ്യുന്നു. ശുപാർശ പേടിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ഞാൻ എന്തിനാണ് ശുപാർശ ചെയ്യുന്നത്? നമുക്ക് വ്യക്തമായ ബോധ്യമില്ലാത്ത ഒരാള് നല്ലവനാണ് എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമ്മൾ തന്നെ നമ്മുടെ സമ്പത്തോ നമ്മുടെ അധികാരമോ നമ്മൾക്ക് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ശുപാർശ ചെയ്യില്ല. ശുപാർശയാണ്, ഷഫാഅത്താണ് ഈ വോട്ടെന്ന് പറയുന്നതിന്റെ ആദ്യ ഘടകം. രണ്ടാമത്തേത് ഷഹാദത്താണ്. ഞാൻ സാക്ഷിയാണ്, ഇവൻ നല്ലവനാ അല്ലെങ്കിൽ ഇവൾ നല്ലവളാ, നന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളുമെന്ന് ഞാൻ സാക്ഷിയാണ്. കള്ളസാക്ഷ്യം പറയരുത്, കള്ളസാക്ഷ്യം ചെയ്യരുത്. നിർവാഹമില്ലാത്ത ഒരുപാട് ഘട്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളെയും ഒരു ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിലൂടെ കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? നോക്കിക്കാണാൻ കഴിയണം. അതുപോലെ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് വേറെ ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ നോക്കം നമ്മുടെ നോട്ടം ആ രൂപത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആകേണ്ടതുണ്ട്. ഒരു വിശ്വാസിയായ ഞാൻ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ, ഇതിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മാർഗമാണ് കാണിച്ചു തന്നിട്ടുള്ളത്, എവിടെയാണ് നാം ഉള്ളത് എന്ന് നാം എന്ത് ചെയ്യേണ്ടതുണ്ട്? നോക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെയുള്ളൊരു വിഷയമെന്ന് കണക്കാക്കി ഈ വിഷയത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്.